ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രബാബു, അവിടെ ചളവറ മേഖലയിൽ ചിലയിടത്ത് ഇത്തരത്തിൽ പ്രകമ്പനമുണ്ടായി എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. താങ്കൾക്ക് ഇത് സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ? അതൊരു ആശങ്ക മാത്രമാണോ? എന്താണ് അത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയുന്നുണ്ടോ? ഇതുണ്ടായി എന്ന് പറയപ്പെടുന്നത് രാവിലെ 10 മണി കഴിഞ്ഞ് ഏതാണ്ട് 10:10 സമയത്താണ്. ആ സമയത്ത് ഞാൻ പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്തുണ്ടായിരുന്നു. പക്ഷെ ആ പ്രദേശത്തൊന്നും അത്തരത്തിലൊരു പ്രകമ്പനം അനുഭവപ്പെട്ടില്ല. പക്ഷെ ഏതാനും സമയത്തിനകം ഈ പ്രകമ്പനം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ എന്നെ വിളിച്ചു. ആ പ്രദേശത്ത് ചളവറയിൽ നിന്നും ചേറമ്പറ്റക്കാവിലേക്ക് പോകുന്ന റോഡുണ്ട്. ആ റോഡിന്റെ പരിസരത്തുള്ള വീടുകളിൽ നിന്നുള്ളവരാണ് വിളിച്ചത്. അവിടെ ഒരു വല്ലാത്ത മുഴക്കം അനുഭവപ്പെട്ടു. അതോടൊപ്പം തന്നെ ജനലുകളെല്ലാം തന്നെ അടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നെല്ലാം പറഞ്ഞു. പിന്നീട് അവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും ഒക്കെ സ്ഥലത്ത് പോവുകയുണ്ടായി. ആ വീടുകളിലെ ആളുകളുമായി ബന്ധപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെ ഒരു മുഴക്കം അനുഭവപ്പെട്ടു എന്ന് ഏതാണ്ട് ഒരേ രൂപത്തിലാണ്, ഒരേ സ്വരത്തിലാണ് എല്ലാവരും പറഞ്ഞത്. ശ്രീ ചന്ദ്രബാബു, ഞാനിപ്പോൾ താങ്കൾ പറഞ്ഞത് ആ മേഖല ചളവറ സ്കൂൾ എന്ന് പറയുന്നത് പഞ്ചായത്ത് ഓഫീസിന് തൊട്ടുമുള്ള സ്ഥലം. ഞാൻ ആ പ്രദേശവാസി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം. സ്കൂളിലുള്ള ചില ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചപ്പോൾ അവർക്ക് അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെ ചേറമ്പറ്റക്കാവ് ആ മേഖലയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഇത് ഈ ശബ്ദം, ഒരു വലിയ ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. ഈ ഷീറ്റൊക്കെ ഇളകുന്നത് പോലെയുള്ള ഒരു ശബ്ദം, എന്തോ ഒരു ഹുങ്കാരം പോലെയുള്ള ശബ്ദം അല്ലേ? അതാണല്ലേ? അതെ, അത് നമ്മുടെ ചളവറ ചേറമ്പറ്റക്കാവ് പരിസരത്തുള്ള പുലാക്കുന്ന് എന്ന ഭാഗത്തൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി സ്ഥലം പറയാമോ? ചളവറ ചേറമ്പറ്റക്കാവ് റോഡ് പരിസരത്തും അതുപോലെ പുലാക്കുന്നത്ത് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ചേറമ്പറ്റക്കാവിന് സമീപമുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണത്, പുലാക്കുന്നത്ത്. എന്തെങ്കിലും നാശനഷ്ടമോ അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരിക്കാൻ പറ്റുമോ? ഒന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിനോട് ചേർന്ന് ചളവറ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന തൃക്കടീരി പഞ്ചായത്തിലെ കുറ്റിക്കോട് പ്രദേശത്ത് ഇതേ അനുഭവം ഉണ്ടായതായിട്ട് ഇപ്പോ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രേട്ടനുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവും സമാനമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഈ അനങ്ങൻമലയുടെ താഴെയുള്ള പ്രദേശത്തൊക്കെ വലിയ ആശങ്കയുണ്ട്. ഈ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായതാണ്. അവർക്ക് തീർത്തും ആശങ്കയുമുണ്ട്. അപ്പോൾ കൂടുതൽ അധികാരികളുടെ ഒരു ശ്രദ്ധ വേണ്ടതുണ്ട്, പരിശോധന വേണ്ടതുണ്ട് അല്ലേ? ഉണ്ട്. ഇക്കാര്യത്തിൽ ജിയോളജി വകുപ്പിന്റെ ഒക്കെ തന്നെ ഒരു കാര്യമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം. കാരണം ഇതിപ്പോ ഭൂചലനത്തിന്റെ ഭാഗമായിട്ടാണോ അതോ ഇപ്പോ വയനാട്ടിലൊക്കെ ഉണ്ടായതുപോലുള്ള വല്ല ഈ അനങ്ങൻമലയുടെ താഴ്വരയിൽ കിടക്കുന്ന പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് താങ്കൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ അനങ്ങൻമലയോട് ചേർന്ന് കിടക്കുന്ന സമീപ പഞ്ചായത്തുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ 3 പഞ്ചായത്തുകളിലാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്, ചളവറ, തൃക്കടീരി, അനങ്ങനടി. ഓക്കെ, തീർച്ചയായും അതിലൊരു പരിശോധന വേണം. ഈ അനങ്ങൻമലയുടെ ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പൊ ഈ ചളവറയിലെ ഈ പ്രദേശം കിടക്കുന്നത്. ഓക്കെ, തീർച്ചയായും അതൊരു പരിശോധന വേണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെരിന്തൽമണ്ണയിലായിരുന്നു. ഞാൻ ഒരു 10 മണി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയതാണ്. ഇപ്പൊ ഞാൻ തിരിച്ച് ചളവറയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും അവിടെ പോകുന്നുണ്ട്. തീർച്ചയായും